നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമ്പള ടൗണിലെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ്. ഭർത്താവിനെതിരെ കേസെടുത്തത് ഏത് കാര്യത്തിനാണെന്ന് അറിയില്ലെന്നും UP താഹിറ പറഞ്ഞു. കാസർഗോഡ് നഗരം തെരുവ് നായ്ക്കൾ കൈയടക്കിയതോടെ ഭീതിയോടെ യാത്രക്കാർ. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് ADM അഖിൽ P ഉദ്ഘാടനം ചെയ്തു. പുലരിയടവത്ത് ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിച്ച നാട്യ കാർഷികോത്സവം ഒരു നാടിന്റെ ഉത്സവമായി മാറി. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ലാൽബാഗ് കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. ജനകീയ സമരസമിതി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. KPA സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുമ്പള ടൗണിലെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും UP താഹിറ. ആരുടെയും നീക്കമാകാം സെക്രട്ടറി ഇത്തരത്തിൽ ഇടപെട്ടതിന് പിന്നിലെന്നും ഭർത്താവിനെതിരെ കേസെടുത്തത് ഏത് കാര്യത്തിനാണെന്ന് അറിയില്ലെന്നും UP താഹിറ പറഞ്ഞു. ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുമ്പളയിൽ നിർമ്മിച്ച 4 ബസ് ഷെൽട്ടറുകളുടെ പേരിൽ വിവാദം കത്തുന്നതിനിടയിലാണ് വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറയുടെ മറുപടിയുണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് ജീവനക്കാരുടെയും വാർഡ് മെമ്പർമാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് കുറിപ്പിട്ടതായിരുന്നു വിഷയത്തിന്റെ തുടക്കം. പദ്ധതിക്ക് വിനിയോഗിച്ച തുക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് യൂസഫും മറ്റൊരാളും തന്നെ സമീപിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ നൽകുവാൻ സാധ്യമല്ലെന്ന് അറിയിച്ചപ്പോൾ ക്യാബിനിൽ കയറി ബഹളമുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു സെക്രട്ടറിയുടെ കുറിപ്പ്. ഇത് പുറത്തായതോടെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുക്കുകയും പിന്നീടിത് വലിയ ചർച്ചയാകുകയുമായിരുന്നു. സെക്രട്ടറിയുടെ പരാതിയിൽ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് യൂസഫിനും ഒപ്പമെത്തിയ റഫീഖ് എന്നയാൾക്കുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിന്റെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് UP താഹിറ വ്യക്തമാക്കുന്നത്. ആരുടെയോ നീക്കമാകാം സെക്രട്ടറി ഇത്തരത്തിൽ ഇടപെട്ടതിന് പിന്നിലെന്നും UP താഹിറ പറയുന്നു. ഹാബിറ്റാറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ച non-PMC കമ്പനിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ സെക്രട്ടറിക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ രേഖാമൂലം ചോദിക്കുക, അല്ലെങ്കിൽ വന്നവരുമായിട്ട് രേഖാമൂലം ചോദിക്കുക. നമ്മൾ പറയുന്നതിൽ അവർ പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മളെ ബസ് ഷെൽട്ടർ നമ്മൾ ഉദ്ദേശിച്ചത് പദ്ധതിയിൽ ഭരണസമിതിയിൽ വെച്ചിട്ട് ബസ് ഷെൽട്ടർ വേണം, അതുപോലെ ടേക്ക് എ ബ്രേക്ക് വേണം, കുറേ നമ്മളെ ടൗണായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനും പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കും. പേയ്മെൻറ്റ് കൊടുക്കണം അതിനെ നോക്കിയിട്ട് സെക്രട്ടറിയാണ് നിർവ്വഹണ ഉദ്യോഗസ്ഥൻ. സെക്രട്ടറിക്ക് വലിയ ഫയലെല്ലാം ക്ലിയർ ഉണ്ടെങ്കിലേ കൊടുക്കാവൂ. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ. സെക്രട്ടറിക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെങ്കിൽ പ്രസിഡന്റിനോട് പറയാം. എന്തെങ്കിലും ആരെങ്കിലും അടിപൊളി കൂട്ടിൻ്റെ പ്രസിഡന്റിനോട് പറയാം, അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭരണസമിതിയിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അതെല്ലാം അങ്ങനെ പറയാം. അതല്ലാതെ സെക്രട്ടറിയുടെ ആരോ സെക്രട്ടറി ഈ രീതിയിൽ കൊണ്ടുവന്നതായിരിക്കാം. പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് നൽകിയ പരാതിയിൽ ഭർത്താവ് യൂസഫിനെതിരെ കേസെടുത്തതിൽ UP താഹിറയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ പോയി സെക്രട്ടറിയോട് പറഞ്ഞു, ഇപ്പോൾ ഒന്ന് സീറ്റിരിക്കുക സെക്രട്ടറി, ഒന്ന് നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാമെന്ന രീതിയിൽ. അത് കേട്ടിട്ട് ഞാൻ പോയ ശേഷമാണ് എൻ്റെ ഹസ്ബൻഡോട് ഭർത്തുണ്ടായിരുന്നത്. അവരവിടെ വന്നതിന് മാത്രം ഒരു കാര്യം സംസാരിച്ചില്ല. വന്ന ശേഷം അവർ രണ്ടുപേരും ഓട്ടിക്കൊണ്ട് മറ്റാളെ വിളിച്ചുകൊണ്ട് അവർ പോയത് മാത്രം. അവരായിട്ട് തമ്മിൽ അടിപൊളിയൊന്നും കൂടിയിട്ടില്ല. കേസെടുത്തത് ഏത് കാര്യത്തിനെന്ന് അറിയില്ല. ബസ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ കുമ്പളയിലെ മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. വിഷയം വിഭാഗീയതയ്ക്കടക്കം കാരണമാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരം തെരുവ് നായ്ക്കൾ കൈയടക്കിയതോടെ ഭീതിയോടെ യാത്രക്കാർ.
രാത്രിയും പുലർച്ചെയുമാണ് നായകൾ കൂട്ടത്തോടെ നഗരം കൈയടക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പേവിഷ ബാധിച്ച നായ്ക്കളുടെ കടിയേറ്റവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടയിൽ കാസർഗോഡ് നഗരം കൈയടക്കി തെരുവ് നായക്കൂട്ടം. തായലങ്ങാടി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയാണ് തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തുന്നത്. രാത്രിയും പുലർച്ചെയുമാണ് നായകൾ കൂട്ടത്തോടെ നഗരം കൈയടക്കുന്നത്. നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും പതിവായിട്ടുണ്ട്. തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തെരുവ് നായ്ക്കൾ കൂട്ടമായി ട്രെയിനിറങ്ങി വരുന്നവരെയും ട്രെയിൻ കയറാൻ പോകുന്നവരുടെയും പിന്നാലെ ആക്രമിക്കുവാൻ പോകുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. ഇരുചക്ര വാഹനങ്ങളുടെ പിറകെയും നായ്ക്കൾ കൂട്ടമായി എത്തുന്നു. നഗരത്തിനു പുറമെ ഉൾപ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമായിട്ടുണ്ട്. നായകളെ പിടികൂടുവാൻ വകുപ്പില്ലാത്തത് കാരണം അധികൃതർ നിസ്സഹായതയിലാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം രാവിലെയും രാത്രിയും മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭീതിയിലാണ്. വിഷയം ഗൗരവമായി കണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമുള്ള സെഷനുകൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ADM അഖിൽ P ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ദേശീയ വൈദ്യുത സുരക്ഷാവാരമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്കിടയിൽ വൈദ്യുതി സുരക്ഷാ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സ്മാർട്ട് എനർജി സേഫ് നേഷൻ എന്നതാണ് ഈ വർഷത്തെ ദേശീയ വൈദ്യുത സുരക്ഷാ വാരാഘോഷത്തിൻ്റെ ആശയം. പൊതുജന ബോധവൽക്കരണം കൊണ്ട് മാത്രമേ വൈദ്യുതി അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ കഴിയുകയുള്ളൂ. ഇതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിനൊപ്പം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡും അനേർട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മുതലായ വകുപ്പുകളും സംയുക്തമായി ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമുള്ള സെക്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിൻ്റെ ഉദ്ഘാടനം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ADM അഖിൽ P ഉദ്ഘാടനം നിർവഹിച്ചു. നിത്യജീവിതത്തിൽ എല്ലാവരും വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് കൂടി വരേണ്ടതുണ്ട്. അത് പ്രധാനമായും അതിൽ ഭാഗവാക്കായി പ്രഥമമായി അതുമായി ഇടപെടുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്ന ആളുകൾ, വയർമാൻ ജോലി ചെയ്യുന്ന ആളുകൾ, KSEBയുടെ ഉദ്യോഗസ്ഥർ, മറ്റ് പ്രതിനിധികൾ, അങ്ങനെയുള്ള പ്രഥമമായി ഇതുമായി ഇടപെടുന്ന ആളുകളാണ് ഇതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഗ്രൂപ്പായി വരേണ്ടത്. അതിനുശേഷം മാത്രമേ പൊതുജനങ്ങൾ വരൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാവണം ഈ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാരാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. കാസർഗോഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ശ്രീജ TK അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നിതിൻ MC പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KCBL കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K നാഗരാജ ഭട്ട്, കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഹർഷ K, അനേർട്ട് കാസർഗോഡ് ഡിസ്ട്രിക്ട് എഞ്ചിനീയർ സയ്യിദ് താജുദ്ദീൻ തങ്ങൾ KC, PWD ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സജീവൻ കാവുങ്കര എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ഉദിനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മാസ്റ്റർ AU ശ്രീദേവിനെ ആദരിച്ചു. ലൈൻ പൊട്ടിവീണത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ KCBയെ അറിയിക്കുകയും വലിയൊരു അപകടത്തിൽ നിന്നും നാടിനെ രക്ഷിക്കുകയും ചെയ്ത മിടുക്കനാണ് ശ്രീദേവ്. തുടർന്ന് വിദഗ്ധരുടെ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് കോഴിക്കോട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സന്തോഷ് വിയും, വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളുടെ ടെസ്റ്റിംഗ് സംബന്ധിച്ച ക്ലാസ് സീനിയർ ഗ്രേഡ് സ്കിൽഡ് അസിസ്റ്റന്റ് ജയരാജ് KKയും നയിച്ചു. ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പൂർണിമ A സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് സമീർ MC നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുലരി അരവത്ത് ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിച്ച നാട്ടി കാർഷികോത്സവം ഒരു നാടിന്റെ ഉത്സവമായി മാറി. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പുലരി വിത്താൾ പുരസ്കാര വിതരണവും നടന്നു. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന 500ഓളം കുട്ടികൾ നാട്ടി കാർഷിക പാഠശാലയുടെ ഭാഗമായി. പുലരി അരവത്ത് ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിച്ച നാട്ടി കാർഷികോത്സവം ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു.
വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്ന കുട്ടികൾക്ക് വയലിൽ നടാനുള്ള ഞാറ്റടികൾ കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മണികണ്ഠൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കിരൺ ചന്ദ്, ST ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അഖില VM എന്നിവർ സംസാരിച്ചു. നാട്ടി സംഘാടക സമിതി ചെയർമാൻ കെ ദാമോദരൻ സ്വാഗതവും വൈസ് ചെയർമാൻ രാജേഷ് കുമാർ കെ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പുലരി വിത്താൾ പുരസ്കാര വിതരണ ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പുരസ്കാര വിതരണം നടത്തി. കാസർഗോഡ് ജില്ലയിലെ അപൂർവങ്ങളായ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്ന കർഷകർക്ക് പുലരി ഏർപ്പെടുത്തിയതാണ് പുലരി വിത്താൾ പുരസ്കാരം. ഇത്തവണ സസ്യജനുസിൽ നെൽ കർഷകനായ കൊടക്കാട് രവീന്ദ്രനും പയർവിത്ത് സംരക്ഷകനായ കണ്ണാലയം നാരായണനും പുരസ്കാരം ഏറ്റുവാങ്ങി. ജന്തുജനുസിൽ ബേക്കൽ ഗോകുലം ഗോശാല നടത്തുന്ന നാഗരത്ന ഹെബ്ബാർ പുരസ്കാരത്തിന് അർഹനായി. പുലരി ഇത്തവണ ഏർപ്പെടുത്തിയ പ്രഥമ പ്രവാസി വിത്താൾ പുരസ്കാരം മിനി മണികണ്ഠൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന 500ഓളം കുട്ടികൾ നാട്ടി കാർഷിക പാഠശാലയുടെ ഭാഗമായി. നാട്ടിയിൽ പങ്കാളികളാകാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർക്ക് രുചികരമായ നാടൻ കുത്തരിക്കഞ്ഞിയും കറിയും വിഭവങ്ങളും ഒരുക്കിയിരുന്നു. കൂടാതെ 101 തരം പായസങ്ങളും ഇത്തവണ പ്രത്യേകമായി ഒരുക്കിയിരുന്നു. പുലരിയുടെ വനിതാ പ്രവർത്തകരാണ് പായസം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലാൽബാഗ് കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. ജനകീയ സമരസമിതി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 100 കണക്കിന് പേർ മാർച്ചിൽ അണിനിരന്നു. കർണാടകയിലെ അടക്കം അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതും പൈവളികെ പഞ്ചായത്തിലെ പ്രധാന റോഡുമായ ലാൽബാഗ് ചിപ്പാർ കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് പ്രദേശവാസികളും യാത്രക്കാരും കടുത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ലാൽബാഗിൽ നിന്നും തുടങ്ങുന്ന 9 കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നടിഞ്ഞ് വാഹന ഗതാഗതം തീർത്തും ദുസ്സഹമായി മാറിയിരിക്കുന്നത്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരന്തരം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. 100 കണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു. പൈവളികെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെഡ്ഡെ കയ്യാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അശ്വത് ലാൽബാഗ് അധ്യക്ഷത വഹിച്ചു. സക്കീർ സിറന്തടുക്ക സ്വാഗതം പറഞ്ഞു. അസീസ് കളായി, കലീൽ ചിപ്പാർ, സതീഷ ചിപ്പാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള RK മാളിൽ നടന്നു. KPA സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രദേശത്തിന്റെ സാമൂഹിക പുരോഗതിയിലും അച്ചടിയുടെ സ്ഥാനം വലുതാണെന്ന് Y വിജയൻ പറഞ്ഞു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം RK മാളിൽ നടന്നു. പ്രിന്റേഴ്സ് വോയിസ് ചീഫ് എഡിറ്റർ സിബി കൊടിയങ്കുന്നിൽ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രദേശത്തിന്റെ സാമൂഹിക പുരോഗതിയിലും അച്ചടിയുടെ സ്ഥാനം വലുതാണെന്ന് Y വിജയൻ പറഞ്ഞു. നവീന സാങ്കേതിക വിദ്യകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചടിയും പുതിയ തലത്തിലേക്ക് മുന്നേറുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പം നമ്മളൊരു കാലത്ത് മൊണോപ്പൊളിയായിട്ട് വച്ചിരുന്ന ആ സമ്പ്രദായം ഇന്ന് ജനകീയമായി മാറി. പണ്ട് സർക്കാർ ഓഫീസിന് ആവശ്യമുള്ള എന്ത് സാധനവും പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രസ്സുകാരനെ കണ്ടേ പറ്റൂ. ഇന്ന് അവർ എവിടെ സർക്കാർ ഓഫീസ് നമ്മളെടുത്ത് പറഞ്ഞ് ഒന്ന് ഡിജിറ്റലൈസേഷനായി, പലതും പ്രിൻറ്റിങ് വേണ്ട, എവിടെയെല്ലാം ബില്ലുകളില്ല. ആദ്യം കുറേ കമ്പ്യൂട്ടർ ബില്ല് വന്നു. അപ്പോൾ നമ്മൾ കുറേ ആളുകൾ കമ്പ്യൂട്ടർ ബില്ല് അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതും മാറി കൈക്കകത്തായി. എല്ലാ ടിക്കറ്റുകളും അടിച്ചു കൊടുക്കണം, പേപ്പറിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ മാറ്റങ്ങൾ, ഈ മാറ്റത്തിനെതിരെ തടയാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ ആലോചിക്കുക. ഒരു രാജ്യത്തെ മുന്നേറ്റത്തിനോടൊപ്പം നമുക്ക് നിൽക്കാനേ പറ്റൂ. നമ്മൾ കാലഘട്ടത്തിൻ്റെ പുരോഗതിക്ക് എതിരായിട്ട് നിന്നാൽ നമ്മൾ പിന്തള്ളപ്പെടും. ഇതൊരു കൂട്ട ഓട്ടമാണ്. ആ ഓട്ടത്തിനൊപ്പം ചിലപ്പോൾ ഏറ്റവും മുന്നിലെത്താൻ പറ്റിയെങ്കിലും നമ്മൾ ഓടിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളിപ്പോവും. നമ്മളെ കാത്ത് ആരും നിൽക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ജീവിക്കൂ. പഴയ കാലത്ത് ആളുകൾ പറഞ്ഞ് ഞാൻ കാളവണ്ടിയിൽ പോകുമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? അപ്പം മാറ്റത്തിനുൾപ്പെടെ നമ്മൾ മാറിയിരിക്കണം. അസോസിയേഷൻ അതേപോലെ മാറുന്നുണ്ട്. ഇന്ന് നമ്മൾ കൂട്ടായ്മയിൽ കൂടി വന്ന് നമ്മൾ സഹകരണത്തിൽ കൂടി നമുക്ക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. ഇന്നിവിടെ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ നിങ്ങൾ കണ്ടവരായിരിക്കാം, ചിലപ്പോൾ 6 മാസം മുമ്പ് കണ്ടവരായിരിക്കാം. നമ്മളെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക, അതിൽ കൂടി നമ്മുടെ ആശയങ്ങൾ കൊണ്ടുവരിക, പുതിയ പുതിയ ആശയങ്ങൾ. ജില്ലാ പ്രസിഡന്റ് TP അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റെജി മാത്യു റിപ്പോർട്ടും ട്രഷറർ മൊയ്നുദ്ദീൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു.
വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രസ് ഉടമകളുടെ കുടുംബാംഗങ്ങളെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ നിരീക്ഷകനുമായ ടി ഉമർ അനുമോദിച്ചു. അച്ചടി രംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തീകരിച്ച ജില്ലയിലെ പ്രസ് ഉടമകളെ സംസ്ഥാന പ്രസിഡന്റ് വൈ വിജയൻ ആദരിച്ചു. അകാലത്തിൽ പൊളിഞ്ഞ KPA അംഗത്തിന്റെ കുടുംബത്തിന് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയറാം നീലേശ്വരം, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ N കേളുനമ്പ്യാർ, മുഹമ്മദ് സാലി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VB അജയകുമാർ, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, KSSIA ജില്ലാ പ്രസിഡന്റ് രാജാറാം പെർള, KPA കാസർഗോഡ് മേഖലാ സെക്രട്ടറി നൌഫൽ കുമ്പടാജെ, ട്രഷറർ സിറാജുദ്ദീൻ മുജാഹിദ്, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ശശിധരൻ തൊട്ടിയിൽ, ട്രഷറർ റിജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ പാലക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മുജീബ് അഹമ്മദ് സ്വാഗതവും കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് സുധീഷ് സി നന്ദിയും പറഞ്ഞു. റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഹൈഡ്രജൻ നിറച്ച 40 ബലൂണുകൾ ഒന്നിച്ച് ആകാശത്തേക്ക് പറത്തിയത് കൗതുകകരവും ആവേശകരവുമായ കാഴ്ചയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും മേൽ വർഗീയ രാഷ്ട്രീയം പിടിമുറുക്കുന്ന കാലത്ത് രാജ്യത്തെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സമാന മനസ്കരെല്ലാം ഒന്നിക്കേണ്ട കാലമാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. 80 വയസ്സ് പിന്നിടുന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ VK രവീന്ദ്രന് തൃക്കരിപ്പൂരിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തി കുടുംബ ബന്ധങ്ങളെ ബാധിക്കരുതെന്ന് തനിക്ക് നിഷ്കർഷതയുണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. VK രവീന്ദ്രൻ ഈ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ള രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയത്തോടുള്ള വ്യത്യസ്തത ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ പറയും. ഒരു വിട്ടുവീഴ്ചയും VK രവീന്ദ്രനോടോ ഞാനോ എന്നോട് VK രവീന്ദ്രനോ നിർവഹിക്കില്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗോവിന്ദൻ മാസ്റ്റർ VK രവീന്ദ്രന് ഉപഹാരം നൽകി. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. CMP ജനറൽ സെക്രട്ടറി CP ജോൺ ആദരഭാഷണം നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, BJP മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, CPI നേതാവ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ജനറൽ കൺവീനർ E ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തങ്കയത്തെ ദീപ്തി ഗോവിന്ദൻ വരച്ച VK രവീന്ദ്രന്റെ ചിത്രം ചടങ്ങിൽ കൈമാറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJP ജനപ്രതിനിധികൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് BJP ജനപ്രതിനിധികൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന വ്യാപകമായി നടന്ന ധർണയുടെ ഭാഗമായാണ് കാസർഗോട്ടും BJP ജനപ്രതിനിധികൾ ധർണ നടത്തിയത്. BJP ಜಿಲ್ಲಾ ಪ್ರಸಿಡೆಂಟ್ ML ಅಶ್ವಿನಿ ಧರ್ನಾ ಸಮರಂ ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮ ಪ್ರಧಾನಮಂತ್ರಿಯವರ ಕನಸಾಗಿರುವಂತಹ ಆವಾಸ್ ಯೋಜನೆ ಯಾವುದೇ ಒಂದು ಸಾಮಾನ್ಯವಾದಂತಹ ಜನರು ಕೂಡ ಮನೆ ಇಲ್ಲದೆ ಇರಬಾರದು ಅಂತ ಹೇಳುವಂತಹ ಒಂದು ಯೋಚನೆಯನ್ನು ಮಾಡಿಕೊಂಡು ಪ್ರಧಾನಮಂತ್ರಿ ಆವಾಸ್ ಯೋಜನೆ ಜಾರಿಗೊಳಿಸಿದರು. ಆ ಪ್ರಧಾನಮಂತ್ರಿ ಆವಾಸ್ ಯೋಜನೆ ಜಾರಿಗೊಳಿಸಿ ಕೇರಳಕ್ಕೆ 2,60,000 ಮನೆಗಳನ್ನು ಕೂಡ ಮೀಸಲಾಗಿತ್ತು. ಆದರೆ ಗತಿಗೆಟ್ಟಂತಹ ಕೇರಳ ಸರ್ಕಾರ ಲೈಫ್ ಮಿಷನ್ ಅಂತ ಹೇಳುವಂತಹ ಹೆಸರಿನಲ್ಲಿ ಆ ಒಂದು ಹೆಸರಿನಲ್ಲಿ ಅರ್ಜಿ ಹಾಕಿದವರಿಗೆ ಮೊದಲ ಆದ್ಯತೆ ಕೊಟ್ಟು ತದನಂತರ ಸೆಲ್ಫ್ ಸರ್ವೆ ಮಾಡಿದವರಿಗೆ ಮಾತ್ರ ಈ ಒಂದು ಮನೆಯನ್ನು ಮೀಸಲಾಗಿರಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ಒಂದು ಕಾನೂನನ್ನು ತಂದರು. ಈ ಕೇರಳ ಸರ್ಕಾರದಲ್ಲಿ ಲೈಫ್ ಮಿಷನ್ ಮೂಲಕ ಅರ್ಜಿ ಮಾಡಿದ್ರೆ ಮಾತ್ರ ಯಾರಿಗೂ ಕೂಡ ಈ ಒಂದು ಮನೆ ಸೌಲಭ್ಯ ಸಿಗ್ತಾ ಇರುವಂಥದ್ದು. ജില്ലാ വൈസ് പ്രസിഡന്റ് N ബൽരാജ്, സെക്രട്ടറി പ്രമീള മച്ചൽ, അഡ്വക്കേറ്റ് രാജഗോപാലൻ, സവിത, M സഞ്ജീവ ഷെട്ടി, A വേലായുധൻ, P രമേശ്, വീണ, M ജനനി, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, V രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്തേര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് കർഷക സംഘം മാണിയാട്ട് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം VV ജാനകി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാണിയാട്ട് AKG ഗ്രന്ഥാലയത്തിലാണ് കർഷക സംഘം മാണിയാട്ട് വില്ലേജ് സമ്മേളനം നടന്നത്. ചന്തേര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കാർഷിക ജോലികൾ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു.
ജില്ലാ കമ്മിറ്റി അംഗം വി ജാനകി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ ഗോപി അധ്യക്ഷത വഹിച്ചു. എം കോമൻ നമ്പ്യാർ, സി നാരായണൻ, കെ രാജേന്ദ്രൻ, വി സുരേശൻ, ഒ ജാനകി, പി രാധ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ മോഹനൻ സ്വാഗതവും ആർ വിനോദ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി സി സുരേഷനെ പ്രസിഡന്റായും കെ സുകുമാരനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3-ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ചെങ്കള മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3-ാം വാർഡ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമം PBM സ്കൂളിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് നാസർ കാട്ടുകൊച്ചി അധ്യക്ഷത വഹിച്ചു. വാർഡ് സെക്രട്ടറി വിനയകുമാർ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി CV ജെയിംസ്, കാസർഗോഡ് ബ്ലോക്ക് പ്രസിഡന്റ് രാജീവൻ നമ്പ്യാർ, ചെങ്കള മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൽ റസാഖ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശാന്താകുമാരി ടീച്ചർ, DKDF ജില്ലാ ട്രഷറർ M പുരുഷോത്തമൻ നായർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ BA ഇസ്മായിൽ ഖാൻ പൈക്ക, ചെങ്കള ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ നായർ, ബ്ലോക്ക് സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം, ശ്രീധരൻ ആചാരി, റഫീഖ് താൻമാർമൂല, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലിം എടനീർ, മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കുമാർ, ഗിരി അബൂബക്കർ, രാധാകൃഷ്ണൻ പൈക്ക, റിയാസ് കാട്ടുകൊച്ചി, അമീർ എതിർത്തോട്, യൂത്ത് കോൺഗ്രസ് ചെങ്കള മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എതിർത്തോട്, രാജൻ ആചാരി, ഹനീഫ് കാട്ടുകൊച്ചി എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് കുഞ്ഞി കാട്ടുകൊച്ചി, ചെനിയപ്പ നായിക്, ശശിധരൻ ആചാരി, ലക്ഷ്മി സമ്പത്തല, അച്യുതൻ അതിർകുഴി, അബ്ദുല്ല മലബാർ, തമ്പായി ആശാരി എന്നിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ ആദരിച്ചു. കുടുംബ സംഗമത്തിൽ പ്രിയദർശിനി ക്ലബിന്റെ ചികിത്സാ ധനസഹായം സുരേഷിന്റെ ഭാര്യയ്ക്ക് MP കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണവും അനുമോദന സംഗമവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ സംഘടിപ്പിച്ച PN പണിക്കർ അനുസ്മരണവും അനുമോദന സംഗമവും ശ്രദ്ധേയമായി. വർത്തമാനകാലത്ത് വായനയുടെ പ്രാധാന്യം കൂടിവരുന്നതായും നേരിൻ്റെ നല്ല വായന സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായും സംഗമം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൊടിയമ്മ ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ മഷ്മൂമ ഇബ്രാഹിം, മറിയമ്മത്ത് ഷാക്കിറ, LSS പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി സ്കോളർഷിപ്പിന് അർഹത നേടിയ ഖദീജ ഷാദിയ മെഹറിൻ എന്നിവരെയും ആദരിച്ചു. മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ KM അബ്ബാസ് ഗ്രന്ഥാലയത്തിന് കൈമാറുന്ന പുസ്തകങ്ങൾ ലൈബ്രറിയൻ അബ്ദുൽ ഖാദർ വിൽറോഡി ഏറ്റുവാങ്ങി. പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത C മനോജ് കുമാർ, പ്രമുഖ എഴുത്തുകാരൻ KM അബ്ബാസ് എന്നിവരെ ആദരിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് അഷ്റഫ് കൊടിയമ്മ അധ്യക്ഷത വഹിച്ചു. KM അബ്ബാസ് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി I മുഹമ്മദ് റഫീഖ് സ്വാഗതം പറഞ്ഞു. അബ്ബാസ് അലി K, അബ്ദുൽ ഖാദർ വിൽറോഡി, അബ്ദുല്ല ഇച്ചിലമ്പാടി, PA അബൂബക്കർ പൂക്കട്ട, മുഹമ്മദ് കുഞ്ഞി ഹാജി ചിർത്തോടി, BP അബ്ദുൽ റഹ്മാൻ, അബ്ദുൽ ഖാദർ PB, അബ്ദുൽ റഹ്മാൻ കുതിരക്കണ്ടം, സിദ്ദീഖ് ഊജാർ, അഹമ്മദ് നൌഫൽ, റംഷാദ് ഊജാർ, അബ്ബാസ് കല്ലപ്പിലാവ്, മുഹമ്മദ് ഷമാസ്, അബ്ദുല്ല മഷൂൻ, നസീമ PM, ഖദീജ PK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഘാസി ലൈൻ 24-ാം വാർഡിലെ ലീഗ് സഭ സിറാമിക്സ് റോഡിലെ അബ്രയിൽ നടന്നു. വാർഡ് ലീഗ് കൗൺസിലർ KM ഹനീഫ് ലീഗ് സഭായോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും ലീഗ് സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഘാസി ലൈൻ 24 വാർഡിലെ ലീഗ് സഭ സിറാമിക്സ് റോഡിലെ പ്രകൃതി രമണീയമായ അബ്രയിൽ വെച്ച് നടന്നു. വാർഡ് ലീഗ് കൗൺസിലർ KM ഹനീഫ് ലീഗ് സഭായോഗം ഉദ്ഘാടനം ചെയ്തു. 10 മാസം കൊണ്ട് 3 റോഡ്, കോൺക്രീറ്റ് റോഡും ഒരു താർ റോഡൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വാർഡിലൊക്കെ സ്ട്രീറ്റ് ലാമ്പിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ക്ലീനിങ്ങിന്റെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിനെ എല്ലാ വാർഡിനെയും ഇപ്പോൾ അധികം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം PHDന്റെ വെള്ളം ലീക്കാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, വെള്ളം വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് വരുന്നത്. അതുമൂലം പല പൈപ്പുകളും പൊട്ടുകയും റോഡിൽ ലീക്ക് ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ലീഗിൽ വാർഡ് കൗൺസിലറിനായി ഒരു ഓഫീസ് തുടങ്ങുന്നത്.
അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തുടങ്ങുകയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് 24-ാം വാർഡ് പ്രസിഡന്റ് മഹമ്മൂദ് അരമന അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് കൗൺസിലറും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് VM മുനീർ മുഖ്യപ്രഭാഷണം നടത്തി. TA ഷാഫി, ഇസ്ഹാഖ് ഗസാലി, അബ്ദുള്ള KMT, നവാസ് ഊദ്, ഷിഹാബ് ഊദ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് ജനറൽ സെക്രട്ടറി ഇക്ബാൽ മഗ്ഡ സ്വാഗതവും ഹക്കീം തായലങ്ങാടി നന്ദിയും പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡായി ഖാസ്ലൈൻ വാർഡ് മാറിയിരിക്കുകയാണ്. ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം ആദ്യത്തെ 3 വർഷം ഈ വാർഡിന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് VM മുനീർ ആയിരുന്നു കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ വാർഡംഗം KM ഹനീഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വളരെ ജനപ്രദമായ പല പ്രവൃത്തികളും വാർഡിൽ KM ഹനീഫിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെക്കേ മാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയം പരിധിയിലെ SSLC+2 വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും LSS USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും അനുമോദിച്ചു. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P വേണുഗോപാലൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് തെക്കേ മാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയം ഗ്രന്ഥശാലാ പരിധിയിലെ SSLC+2 വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും LSS USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും അനുമോദിച്ചത്. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P വേണുഗോപാലൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ആദ്യ പതികരിൽ ഒരാളായിട്ടുള്ള PN പണിക്കരുടെ ചരമദിനം മുതൽ ജൂലൈ 7 കേരളത്തിലെ സംഘടിത ജനകീയ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കപ്പെട്ട കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിട്ടുള്ള IV ദാസ് മാഷിൻ്റെ ജന്മദിനം വരെയുള്ള ഈ ഒരു കാലയളവാണ് കേരളത്തിൽ വായന പക്ഷാചരണം എന്ന പേരിൽ നമ്മൾ പരിപാടികൾ ഏറ്റെടുക്കുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV സുജാത ഉന്നത വിജയികളായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി ചുമതലയേറ്റ P വേണുഗോപാലനെ മുതിർന്ന ഗ്രന്ഥശാലാ പ്രവർത്തകൻ K ലക്ഷ്മണൻ മാസ്റ്റർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. PV ഉണ്ണിരാജൻ, V ബാലചന്ദ്രൻ, P ചെറിയാൻ, PP ദിലീപ്, PK അജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാലസംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സൂംബ നൃത്തത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മടിക്കയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി അനുരാഗ് പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സൂംബ നൃത്തത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മടിക്കയിൽ ജില്ലാ സെക്രട്ടറി അനുരാഗ് പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ അനു ക്ലാസ് നയിച്ചു. ജില്ലാ പ്രസിഡന്റ് സുരക്ഷ, ജോയിന്റ് സെക്രട്ടറി PK മഞ്ജിഷ, ആദർശ്, KM വിനോദ്, കുഞ്ഞികൃഷ്ണൻ മടിക്കൈ, ആതിര എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM പട്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധൂർ ജംഗ്ഷൻ മുതൽ പട്ള വരെയുള്ള റോഡിലെ ഇരുവശമുള്ള കാടുകൾ വെട്ടിമാറ്റി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ 40ഓളം പ്രവർത്തകർ പങ്കാളികളായി. CPIM പട്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധൂർ ജംഗ്ഷൻ മുതൽ പട്ള വരെയുള്ള റോഡിലെ ഇരുവശമുള്ള കാടുകൾ വെട്ടിമാറ്റി. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിന് ഇരുവശവും കാടുപിടിച്ചതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം ഏറി വരുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. പാമ്പുകളെ മറ്റും കണ്ട് ഭയന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ ഭയക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചതോടെയാണ് CPM പ്രവർത്തകർ മുന്നോട്ട് വന്നത്. മിഷൻ കട്ടറുകളും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ച് രാവിലെ 7 മണി മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ 40ഓളം പ്രവർത്തകർ പങ്കാളികളായി. എല്ലാ വർഷങ്ങളിലും നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനം വരും ആഴ്ചകളിൽ മറ്റ് പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സേവാഭാരതി കാസർഗോഡ് ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളം ശ്മശാനം ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി. സേവാഭാരതി കാസർഗോഡ് ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളം ശ്മശാനം ശുചീകരിച്ചു. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദ ഭട്ട് അണങ്കൂർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കാസർഗോഡ് ടൗൺ പ്രസിഡന്റ് സുജിത് കുമാർ അമൈ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ രാമകൃഷ്ണ ഹൊള്ള, രവി കേസരി, വെങ്കട്ടരമണ ഹൊള്ള എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ടൗൺ ജനറൽ സെക്രട്ടറി സന്ദേശ് നായിക് സ്വാഗതവും ട്രഷറർ ഉമേഷ് നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. വർഷങ്ങളായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ശ്മശാനം സംരക്ഷിച്ചു പോകുന്നതായി പ്രവർത്തകർ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഖത്തറിലെ ഫാർമ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഫാർമ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചു. MIC ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് FC ഹിലാൽ ചാമ്പ്യന്മാരായി. ഖത്തറിലെ ഇന്ത്യൻ ഫാർമസിസ്റ്റുമാരുടെ കൂട്ടായ്മയായ ഫാർമ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ ഫാർമ ഫുട്ബോൾ പ്രീമിയർ ലീഗ് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം നിറഞ്ഞ ഒരു മത്സരം സമ്മാനിച്ച് സമാപിച്ചു. MIC ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് FC ഹിലാൽ ശക്തരായ ജിങ്കാന FC മാർക്കിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-0 തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി കിരീടം ഉയർത്തുകയായിരുന്നു. ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറായി അബ്ദുൾ റഹ്മാൻ എരിയാലിനെയും ടോപ്പ് സ്കോററായി സിജാസിനെയും മികച്ച പ്ലെയറായി ഫിറോസിനെയും മികച്ച ഡിഫൻഡറായി ഷനീബ് അരീക്കോടിനെയും തിരഞ്ഞെടുത്തു. മുൻ സംസ്ഥാന ഫുട്ബോൾ താരം അബ്ദുൽ ബാസിത്ത് വിജയികൾക്കുള്ള ട്രോഫിയും മെഡലുകളും വിതരണം ചെയ്തു. മത്സരങ്ങൾ ഹാൻസൺ, ഷാൻ, നിഖിലേഷ് എന്നിവർ നിയന്ത്രിച്ചു. ഫുട്ബോൾ പ്രീമിയർ ലീഗിന് ആരിഫ് ബംറാണ, മുഹമ്മദ് നവാസ്, അൽതാഫ് മഷൂദ്, അബ്ദുൽ റഹ്മാൻ എരിയാൽ, സമീർ KA, ഷനീബ് അരിക്കോട്, അമീർ അലി, ഹനീഫ് പേരാൽ, ജാഫർ വാക്ര, സക്കീർ മുല്ലകൾ, അബ്ദുൽ കരീം, ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മഴവെള്ളം കൃഷിയിടത്തിലേക്ക് കയറി കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം. കേരള കർഷക സംഘം ബല്ല വില്ലേജ് സമ്മേളനം നടന്നു. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മഴവെള്ളം കൃഷിയിടത്തിലേക്ക് കയറി കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള കർഷക സംഘം ബല്ല വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് S. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M. ഗോപി, P. നാരായണൻ, C. രവി, N. ഗോപി, AK. ആൽബർട്ട്, ഗോപാലൻ നടമ്പിൽ, വേണു ഉദയംകുന്ന് എന്നിവർ സംസാരിച്ചു. വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റായി വേണു ഉദയംകുന്നിനെയും സെക്രട്ടറിയായി S. ഗോപാലകൃഷ്ണനെയും ട്രഷററായി C. രവിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എഴുത്തുകാരെ ആദരിച്ചു. മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനശാല പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് എഴുത്തുകാരെ ആദരിക്കൽ സംഘടിപ്പിച്ചത്. സ്വതന്ത്ര സമരസേനാനി AC കണ്ണൻ നായരുടെ ജീവചരിത്രമായ പൂത്തുലഞ്ഞ പൂമരവും വിദ്വാൻ KK നായരുടെ ജീവചരിത്രം വായനാ വസന്തം രചിച്ച മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ M. കുഞ്ഞമ്പു പൊതുവാൾ മാസ്റ്ററെയും മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനവും ഉപഹാര വിതരണവും നൽകി. PO കുഞ്ഞമ്പു നായർ, K. പ്രസന്നൻ, OK. വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. AK. ആൽബർട്ട് സ്വാഗതവും C. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. B. ഗംഗാധരൻ നന്ദി അർപ്പിച്ചു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗലംകളി അക്കാദമി ഫോർ ട്രൈബ്സിന്റെ നേതൃത്വത്തിൽ ദ്വിദിന മംഗലംകളി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂടങ്കൽ പൈനിക്കരയിൽ ജോയ്സ് ഹോം സ്റ്റേയിൽ വച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മാവിലൻ മലവേട്ടുവ വിഭാഗം പൂർവികരാൽ വാമൊഴിയായി കൊട്ടിപ്പാടി പരിശീലിച്ച് കൈമാറി വന്ന പരമ്പരാഗത ഗോത്രകലയായ മംഗലം കളി സോഷ്യൽ മീഡിയ വഴി കണ്ടുപഠിച്ച് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗോത്രകലയുടെ തനതുരൂപത്തെ അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താതെ നിലനിർത്തുവാൻ ആരംഭിച്ച മംഗലം കളി അക്കാദമി ഫോർ ട്രൈബ്സിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കിർട്ടാഡ്സ് ഡയറക്ടർ ബിന്ദു, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ KS പ്രദീപ് കുമാർ, ഡോക്ടർ മധു നാരായണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2 മാസക്കാലമായി നടത്തിവന്ന പരിശീലകർക്കും വിധികർത്താക്കൾക്കുമുള്ള മംഗലം കളി പരിശീലനവും ചരിത്ര സംവാദവുമായി ബന്ധപ്പെട്ട് പൂടങ്കൽ പൈനിക്കരയിലെ ജോയ്സ് ഹോം സ്റ്റേയിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത്. മംഗലം കളി അക്കാദമി ചെയർമാൻ OK. പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിശീലന പരിപാടി കുരുക്കന്മാർ തുടികൊട്ടി സ്തുതിപ്പാട്ട് പാടി കണ്ണൻ ആനപ്പെട്ടി കരിങ്കലിൽ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. കുരുക്കന്മാരായ കണ്ണൻ ആനപ്പെട്ടി, കൃഷ്ണൻ പുളുവഞ്ചി, ശ്രീധരൻ കൊളത്തൂർ, മംഗലം കളി ഫോക്ലോർ അവാർഡ് ജേതാക്കളായ മാധവൻ അത്തിക്കൂത്ത്, ഭാസ്കരൻ ചേമ്പേന, MV ആനന്ദൻ എന്നിവരാണ് പരിശീലകർ. 2 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പരിശീലനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ അവർകൾ നിർവഹിച്ചു.
കുഞ്ഞികൃഷ്ണൻ നമ്പിലാടി, സുരേഷ് മുണ്ടാമണി, ഊരുമൂപ്പൻ, കൃഷ്ണൻ മയ്യങ്ങാനം, സുക്കു കമലപ്ലാവ്, പ്രൺജിത്ത് കൃഷ്ണബങ്കളം, നിമിത കല്യോട്ട് എന്നിവർ സംസാരിച്ചു. ഷിബു പാണത്തൂർ സ്വാഗതവും രതീഷ് വെള്ളന്തട്ട നന്ദിയും പറഞ്ഞു. OK പ്രഭാകരൻ, ഷിബു പാണത്തൂർ, സുക്കു കമലപ്ലാവ്, MV ആനന്ദൻ, രതീഷ് വെള്ളന്തട്ട, നമിത കല്യോട്ട് എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും ശ്രീധരൻ കൊളത്തൂർ, കണ്ണൻ ആനപ്പെട്ടി, കൃഷ്ണൻ പുളുവഞ്ചി, ഭാസ്കര ചേമ്പേന, മാധവൻ അത്തിക്കോത്ത് എന്നിവരെ രക്ഷാധികാരിമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൂടംകല്ല്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ടൗണിലെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ്. ഭർത്താവിനെതിരെ കേസെടുത്തത് ഏത് കാര്യത്തിനാണെന്ന് അറിയില്ലെന്നും UP താഹിറ പറഞ്ഞു. കാസർഗോഡ് നഗരം തെരുവ് നായ്ക്കൾ കൈയടക്കിയതോടെ ഭീതിയോടെ യാത്രക്കാർ. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് ADM അഖിൽ P ഉദ്ഘാടനം ചെയ്തു. പുലരിയടവത്ത് ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിച്ച നാട്യ കാർഷികോത്സവം ഒരു നാടിന്റെ ഉത്സവമായി മാറി. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ലാൽബാഗ് കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. ജനകീയ സമരസമിതി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. KPA സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.